പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ പ്രിയ ദൈവജനമേ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം രക്ഷിക്കപ്പെടുന്നത് തന്നെ കർത്താവിന്റെ കൃപയാലാണ്. അതുകൊണ്ടാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നാൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു എങ്കിലും ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ പിന്നെയും ആവശ്യമാണ്. കാരണം ഓരോ ജീവിതത്തിന്റെ ചുവടുകളിലും ഒരു ദൈവ പൈതലിനെ അവന്റെ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ കൃപ സ്വർഗത്തിലെ ദൈവം നൽകി മാനിച്ച് നിങ്ങളുടെ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ വലിയവനായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളുടെ മേലും ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ പകർന്ന് നിങ്ങളുടെ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ, പ്രത്യേകിച്ച് നിങ്ങൾ ഫേസ് ചെയ്യാൻ എങ്ങനെ ജീവിതം മുൻപോട്ട് പോകുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുണ്ടെങ്കിൽ, ഈ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഈ ലോക ജീവിതത്തിലുള്ള നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രകളിലും നിങ്ങളെ പ്രാപ്തനാക്കുന്ന, ജീവിതത്തിൽ വിജയകരമായി മുൻപോട്ട് ജീവിക്കുവാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം പകരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറന്നുപോകരുത്, അനുദിന ജീവിതത്തിലും ദൈവത്തിന്റെ കൃപ ജീവിതത്തിന്റെ സമസ്ത മേഖലകളുടെ മേലും ദൈവം പകർന്ന് ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളോട് കൂടെ ദൈവമുണ്ട്. ഗോഡ് ബ്ലെസ് യു. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ഒടുവിൽ കർത്താവ് പറഞ്ഞതാണ്. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.